അസ്സലാമലൈക്കും, വെൽക്കം ടു സൂസ് പെപ്പെ ക്യാൻറ്റി. എല്ലാവരും സുഖമായി സന്തോഷത്തോട്ടിരിക്കുന്നതായിരിക്കുന്നു. ഒത്തിരി നാളായി ലോങ് വീഡിയോസ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു കിച്ചൺ ക്ലീനിങ് വീഡിയോ, അതിൻ്റെ കൂടെ തന്നെ ഞാൻ കിച്ചൺ ഓർഗനൈസേഴ്സ് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് കൂടെ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ ഇൻസ്റ്റഗ്രാം വീഡിയോസിൽ ഞാൻ ചെറിയ ചെറിയ റീൽസ് ഇടുമ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കിച്ചൺ ഓർഗനൈസേഴ്സ് വാങ്ങിച്ചതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുമോ. അതിനെ ബേസ് ചെയ്താണ് ഇന്നത്തെ വീഡിയോ. സത്യം പറഞ്ഞാൽ ലോങ് വീഡിയോസ് എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ ഇന്നാണ് ഈ മെയിൻ്റനൻസിന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കിച്ചണിൽ. അപ്പോൾ എന്തായാലും കിച്ചണൊന്ന് അടുക്കി പെറുക്കണം. അപ്പോൾ പിന്നെ വിചാരിച്ചത് അങ്ങ് വീഡിയോ എടുത്തേക്കാം. കാര്യം ഈ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പെട്ട പാട് എനിക്കല്ലേ അറിയൂ. നമ്മൾ വീഡിയോസ് ഇടാതെ വെറുതെ ചാനൽ നഷ്ടമാണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ. കണ്ടൻറ് ദാരിദ്ര്യം അതിശക്തമായി തന്നെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്ക് ഉണ്ടെങ്കിൽ ഇതിനകത്ത് മെൻഷൻ ചെയ്യട്ടെ. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പോൾ അതാ സാധനങ്ങളെല്ലാം എടുത്ത് ഞാൻ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഇത് ഒരു സൈഡിൽ മാത്രമാണ് കേട്ടോ. ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, ഫുൾ കിച്ചണിലെ സാധനങ്ങളെടുത്ത് പുറത്തിടാറില്ല. സെക്ഷൻ ബൈ സെക്ഷനായിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. കാര്യം ഇതിനിടയ്ക്ക് നമുക്ക് കുക്കിംഗ് നടക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഫുൾ കിച്ചണെല്ലാം സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തിട്ടാൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ടാവും. ഇന്നൊരു വർക്കിംഗ് ഡേ ആയിരുന്നു. അപ്പം അല്പം തിരക്കുള്ള ദിവസം ആയതുകൊണ്ട് മോനും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വന്നു. മോനും സ്റ്റഡി ലീവാണ് കേട്ടോ. അപ്പോൾ അവൻ കുറച്ച് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ ഇതിന് മുൻപ് എൻ്റെ കിച്ചൺ വീഡിയോസ് കണ്ടവർക്ക് ഈ ഒരു സ്റ്റാൻഡ് വളരെ പരിചിതമായിരിക്കും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയൊരു സ്റ്റാൻഡാണ് കേട്ടോ. പക്ഷേ നല്ല യൂസ്ഫുള്ളാണ്. എനിക്കിങ്ങനെ ഒരു ടോൾ പാൻട്രി യൂണിറ്റ് ഭയങ്കര ഡ്രീമായിരുന്നു. പക്ഷേ നമുക്ക് റെൻറ്റഡ് ഹൗസ് താമസിക്കുമ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉള്ളത് കാരണം ഈ ഒരു സ്റ്റാൻഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. ഇത് ഞാൻ ഫിക്സ് ചെയ്തത് കൊണ്ടാണോ എന്നറിയില്ല, അത്ര സ്റ്റേഡി അല്ല. പക്ഷേ ഇങ്ങനെ ബാക്കിൽ 2 ഹൂക്കിനുള്ള ഓപ്ഷനുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്റ്റേഡി ആയിട്ട് നിൽക്കും. മെറ്റൽ റാക്ക് ആയതുകൊണ്ട് തന്നെ ഞാനൊരു വെറ്റ് വൈപ്സ് വെച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. ഒത്തിരി വെള്ളമൊന്നും യൂസ് ചെയ്യാറില്ല. വെറ്റ് വൈപ്സ് വെച്ച് നല്ല പെർഫെക്റ്റായിട്ട് ക്ലീനായി വരും. ഇതിൻ്റെ ഏറ്റവും താഴത്തെ റാക്കിൽ ഞാൻ മാവെല്ലാം വെച്ചേക്കുന്നത്. അരിമാവ്, ഗോതമ്പ് മാവ്, മൈദമാവ്. അതിന് മുകളിൽ പച്ചരി, പാലക്കാടൻ മട്ടയരി, ബിരിയാണി അരി, പിന്നെ പഞ്ചസാര, അതൊക്കെ വെച്ചേക്കുന്നൊരു റാക്കാണ്. അതിന് മുകളിലെ റാക്കിൽ എപ്പോഴും യൂസ് ചെയ്യാത്ത ചെറിയ ക്വാണ്ടിറ്റിയിൽ വരുന്ന മാവില്ലേ, കോൺഫ്ലവർ, കടലമാവ്, റവ, അതൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. അതൊക്കെയാണ് ഈ ഒരു ബോക്സിലിട്ട് വെക്കാറുള്ളത്. അതിന് മുകളിൽ വരുന്ന റാക്കിൽ പൾസസ് ആണ്, പിന്നെ സ്പൈസസും. ഇതൊരു അഡ്ജസ്റ്റബിൾ റാക്കാണ്, 2 പീസ് അഡ്ജസ്റ്റബിൾ റാക്ക്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണോ നൂണിൽ നിന്നാണോ വാങ്ങിച്ചതെന്ന് ഓർമ്മയില്ല. ഇനി മന്ത്ലി ഗ്രോസറി വാങ്ങുമ്പം നമ്മൾ പൊട്ടിക്കാത്ത പാക്കറ്റെല്ലാം ഞാൻ ഈ ഒരു ക്യാബിനറ്റിനകത്താണ് വെക്കുന്നത്. ഇനി പൊട്ടിച്ച പാക്കറ്റ്സ് റീഫിൽ ചെയ്തിട്ട് ബാക്കിയൊക്കെ ആയിട്ട് വരുന്നത് ഞാൻ ഇതുപോലെ ക്ലിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബാസ്ക്കറ്റിൽ വെച്ച് ഈ ഒരു കബോർഡിൽ തന്നെ വെക്കുന്നത്. ആ ഒരു കബോർഡിൻ്റെ താഴത്തെ റാക്കിൽ ഞാൻ ഈ ബേക്കിംഗ് പാനെല്ലാം വെക്കുന്നുണ്ട്. അതും ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റിലാണ് വെക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ ആ ഒരു കോർണർ സെറ്റ് ചെയ്യാം. ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിക്കുന്നത് ഡെയ്സോയിൽ നിന്നാണ്. മുകളിൽ വെച്ചിരിക്കുന്ന ഭരണി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഇത് ഞാൻ ഹോം സെൻറ്ററിൽ നിന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഹോം സെൻറ്ററിൽ നിന്നല്ല, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. പക്ഷേ ഹോം സെൻറ്ററിൽ ഇത് അവൈലബിൾ ആണ്. ആ ഭരണിയിലെല്ലാം ഞാൻ നട്ട്സായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഈ ഒരു ട്രേ പോലത്തത് ഞാൻ ഗ്ലോബൽ വില്ലേജിൽ നിന്ന്, ഇന്ത്യൻ പവലിയനിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഭരണി അതിൻ്റെ മുകളിലിരിക്കുന്നെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. അതിൽ ആ ഒരു എണ്ണ വയ്ക്കുന്ന ഭരണി ഞാൻ തമിഴ്നാട് പോയപ്പോൾ റോഡ് സൈഡിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷെ ഭയങ്കര ക്യൂട്ടാണ്. ഞാൻ എവിടെയും അങ്ങനത്തെ കണ്ടിട്ടില്ല. ഇനി ഇതൊരു ന്യൂ എഡിഷനാണ്. ഇത് ഞാൻ ബ്രാൻഡ് സർലീസിൽ നിന്ന് വാങ്ങിയതാണ്. അവരുടെ സെയിൽ നടക്കുന്ന സമയത്ത് ഞാൻ വാങ്ങിയത്. ഓഫർ പ്രൈസ് ആയിരുന്നു, 10 dirhams ആയിരുന്നു. ഇതിങ്ങനെ ഡിസ്മാൻറ്റിൽഡ് ആയിട്ടാണ് വരുന്നത്. നമ്മളത് ഫിക്സ് ചെയ്യണം. താഴെ ചെറിയൊരു സെറാമിക് പ്ലേറ്റും ഉണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി, അങ്ങനെ വാങ്ങിയതായത്. എനിക്ക് പൊതുവേ ഇങ്ങനത്തെ വുഡൻ ഐറ്റംസ് അല്ലെങ്കിൽ ഭരണി പോലത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ക്രേസാണ് കേട്ടോ. എൻ്റെ സ്പൈസ് റാക്കിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇത്രയും ഒരേപോലത്തെ ബോട്ടിൽസ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബ്രൂ കോഫി ബോട്ടിൽസാണ്. എൻ്റെ കോഫി അഡിക്ഷൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ ഒരു ബോട്ടിൽ കളക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ തൽക്കാലം ഈ ബോട്ടിൽസിനൊക്കെ ഒരു റെസ്റ്റ് കൊടുക്കാമെന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പകരം വയ്ക്കാൻ ഞാൻ കുറച്ച് സുന്ദര കുട്ടന്മാരെ എൻ്റെ കിച്ചണിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇത് വരുന്നത് ഒരു സെറ്റ് ഓഫ് 12 ബോട്ടിൽസ് വിത്ത് മെറ്റൽ സ്പൈസ് റാക്കും കൂടെയാണ്.
അപ്പോൾ ഇത് ഡ്രോയ്ക്കകത്ത് വെക്കാനാണ് ഏറ്റവും ഭംഗി. അപ്പോൾ ഞാനിതാ ഈ ഒരു ഡ്രോ ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ഇത് ഞാൻ വാങ്ങിയത്, അതായത് ഈ ഒരു സ്പൈസ് റാക്ക് വാങ്ങിയത് ഗ്രാൻഡ് സഫീർ മുസഫ ഷാബിയ 9 ഗ്രാൻഡ് സഫീർ മാളിൽ നിന്നാണ്. അവർക്ക് ദീപാവലി സെയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വാങ്ങിയതാണ്. ഇപ്പോൾ ഈ ഒരു ഓഫർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിന് ഞാൻ വാങ്ങുമ്പോൾ 20 ദിറംസ് ആയിരുന്നു. ഇതിൻ്റെ പല സൈസിലുള്ളതും ഷേപ്പിലുള്ളതുമായിട്ടുള്ള സ്പൈസസ് ഓർഗനൈസർ അവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോഴും ഉണ്ടോയെന്നറിയില്ല, ഇതിപ്പോൾ കുറച്ച് നാളായി വാങ്ങിയിട്ട്. ഇത് ഒരു ഷെൽഫ് ലൈനർ ഞാൻ ടിമുന്ന് വാങ്ങിയതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഞാനിത് 4 ദിറംസിനകത്തായിരുന്നു ഇതിൻ്റെ റേറ്റ്. അതിങ്ങനെ കട്ട് ചെയ്ത് ഞാൻ ഓരോ ഡ്രോയിലും ഇടുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ സെയിം ഡേ എടുത്തതല്ല കേട്ടോ, വേറൊരു ദിവസം എടുത്തതാണ്. അപ്പോൾ ഈ ബോട്ടിൽസ് എല്ലാം ഞാൻ പേപ്പർ ടേപ്പില്ലേ അത് വെച്ച് ലേബൽ ചെയ്ത് എടുക്കുന്നുണ്ട്. അതാകുമ്പോൾ ഒത്തിരി അതിനകത്ത് ആ ഒരു സ്റ്റെയിൻ വരില്ല, ഗമ്മിൻ്റെ സ്റ്റെയിൻ വരില്ല. നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്തിട്ട് വേറെ സ്റ്റിക്കർ ഒട്ടിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ലേബൽ ചെയ്യുന്നത് വെച്ചാൽ ഞാനും ഉമ്മായും കിച്ചൺ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഉമ്മാക്ക് ചിലപ്പം പൊടികളൊക്കെ മാറിപ്പോകാറുണ്ട് ഒരേ ബോട്ടിലിൽ വെക്കുമ്പം. അപ്പോൾ അത് കാരണം ഒന്ന് ലേബൽ ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതൊരു റൊട്ടേറ്റിംഗ് ബാസ്ക്കറ്റാണ്. ഇത് ഞാൻ നാട്ടിൽ പോയപ്പോൾ കഴിഞ്ഞ വർഷം, ഇപ്രാവശ്യമല്ല അതിന് മുമ്പിലത്തെ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. ഇങ്ങനത്തെ നല്ല യൂസ്ഫുള്ളായത്. അതിൻ്റെ വീഡിയോ മീഷോ ഹോൾ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് എൻ്റെ റേറ്റ് കേട്ടോ, എക്സാക്ട്ലി എത്രയാണെന്ന്. ഇത് പിന്നെ മോളുടെ ലഞ്ച് ബോക്സ് ആയിരുന്നു, അത് പൊട്ടിപ്പോയി എൻ്റെ മുകളിലത്തിലിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു ഡ്രോ തുറക്കുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ നല്ല ഭംഗിയല്ലേ. ഇത് ഞാൻ മിക്കവാറും ഡെയിലി യൂസ് ചെയ്യുന്ന സ്പൈസസ് ആണ്. അതായത് കടുക്, ഉലുവ, അങ്ങനത്തെ പെട്ടെന്ന് എടുക്കാവുന്നത്. ഞാൻ സ്റ്റൗവിന് തൊട്ടടുത്താണ് ഈ ഒരു ഡ്രോ വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് വെച്ചേക്കുന്നത്. ഇനി ഓയിൽ ബോട്ടിൽസ് വെച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റാൻഡ് നമുക്കൊന്ന് ഒതുക്കാം. ഇതൊരു 4 tier സ്റ്റാൻഡാണ്, ഐക്കിയിൽ തന്നെ വാങ്ങിയതാണ്. ഇനി ഓയിൽ വെക്കുന്ന ഈ ഒരു ട്രേ ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് അതിനകത്തൊരു ലൈനർ ഇടുന്നുണ്ട്. ആ ഒരു നേരത്തെ കാണിച്ചില്ലേ ടിമൂന്ന് വാങ്ങിച്ച ഷെൽഫ് ലൈനർ, അത് ഞാൻ കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ട്രേയിൽ ഓയിൽ ആവത്തില്ല. നമ്മളിവിടെ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്, പെട്ടെന്നൊരു സ്റ്റിക്കി ആവുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ഒരു ലൈനർ ഇട്ടിട്ടാണ് ഈ ഒരു വൈറ്റ് ട്രേയിൽ വെക്കുന്ന കേട്ടോ. അപ്പോൾ ഈ ഒരു റാക്കിൽ ഏറ്റവും മുകളിൽ ഞാൻ ഓയിലാണ് വെക്കുന്നത്. പിന്നെ സെക്കൻഡ് ലെയറിൽ വരുമ്പം ശർക്കര, പാൻകോ ബ്രെഡ് ക്രംസ്, ഓട്സ്, ബ്രെഡ് സ്പ്രെഡ്, പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഒരു ബോട്ടിൽ വരുന്ന കോക്കനട്ട് മിൽക്ക്, അങ്ങനത്തെ എല്ലാം ഈ ഒരു റാക്കിൽ വരും. അതിന് താഴത്തെ റാക്കിൽ കിച്ചൺ ടവലാണ് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഏറ്റവും താഴത്തെ റാക്കിൽ നമ്മൾ മന്ത്ലി വാങ്ങുന്ന ടോയ്ലറ്ററീസൊക്കെ ഇല്ലേ, അതൊക്കെ എക്സ്ട്രാ വരുന്നത് ഈ ഒരു ഏറ്റവും താഴത്തെ റാക്കിലാണ് വെക്കുന്നത്. ഇനി ഞാൻ കിച്ചണിൽ വെക്കുന്ന ഒരു LED ലൈറ്റ് കാണിച്ചു തരാം. ഇത് 10 ദിറംസിനാണ് ഞാൻ വാങ്ങിയത്. ടിമൂന്ന് വാങ്ങിയ കേട്ടോ. മുൻപ് ഞാൻ ചെറിയ സർക്കുലർ LED ലൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് അതിനെ വെച്ച് നോക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റീചാർജബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ലൈറ്റ് ഞാൻ അവിടുന്ന് റിമൂവ് ചെയ്തിട്ട് അവിടെയാണ് ഈ ഒരു ട്യൂബ് സ്റ്റിക്ക് ചെയ്യുന്നത്. മാഗ്നറ്റിക് സ്റ്റിക്കേഴ്സാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അത് കാരണം നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തിട്ട് അത് നമുക്ക്
റീചാർജ് ചെയ്യാം. വൈറ്റ്, ഓം വൈറ്റ് അങ്ങനെ പല ഓപ്ഷനിൽ ഇത് വരുന്നുണ്ട്. ലെങ്ത്തും പല ഓപ്ഷനിലുണ്ട്. ഞാനിപ്പോൾ മീഡിയം സൈസാണ് എടുത്തേക്കുന്നത്. സ്മോൾ സൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് അൽഗൽത്ത് കിച്ചൺ അപ്ഡേറ്റ്സുമായിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇതുവരെ വാച്ച് ചെയ്തതിന് ഒരുപാട് നന്ദി. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം സൂസ് പെപ്പ കാൻറ്റി.